തനിക്ക് ശേഷം പ്രളയം എന്ന മട്ടിൽ ഒരു നേതാവും ചിന്തിക്കാൻ പാടില്ല. അത് മോദി ആയാലും രാഹുൽ ഗാന്ധി ആയാലും പിണറായി വിജയനായാലും അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ പാർട്ടി നേതൃത്വങ്ങളിൽ ഇരിക്കുന്ന ഒരു നേതാവും അത്തരത്തിൽ ചിന്തിക്കാൻ പാടില്ല. പക്ഷേ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി കുറേ കാലമായി ചിന്തിക്കുന്നത് അങ്ങനെയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാനാവില്ല. കാരണം തനിക്ക് ശേഷം ആര് എന്നുകൂടി ഏത് ഭരണാധികാരിയും ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമേ രണ്ടാം നിര നേതാക്കൾക്ക് അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന നേതാക്കൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ അധികാരത്തിൽ വരാൻ കഴിയും. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നല്ല മന്ത്രിമാരെന്ന് പേരെടുത്ത ജി സുധാകരനെയും കെ ശൈലജയെയും എല്ലാം മാറ്റി നിർത്തിയത് പാർട്ടിയെ ശക്തിപ്പെടുത്താനും സർക്കാരിൽ പുതുരക്തം കുത്തി നിറയ്ക്കാനുമായിരുന്നു. ആ സംരംഭം പരാജയമായിരുന്നു എന്ന് തെളിയിച്ചതാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടി. വലിയ തിരിച്ചടിയാണ് ഏറ്റത്. 19 തിരഞ്ഞെടുപ്പിൽ 19 സീറ്റിലും UDF ജയിച്ചു. ഇത്തവണ 24 തിരഞ്ഞെടുപ്പിൽ 18 സീറ്റിലും UDF ജയിച്ചു. ഒരു സീറ്റ് സുരേഷ് ഗോപിയും കൊണ്ടുപോയി, BJPയും കൊണ്ടുപോയി. ഇത്രയും വലിയ ആഘാതങ്ങൾ ഏറ്റിട്ടും മുഖ്യമന്ത്രി പിണറായി പാറ പോലെ ഉറച്ച നിലപാടിലാണ്. അറിഞ്ഞോ അറിയാതെയോ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച ഒരു കാര്യം, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ കെ ശൈലജ വടകരയിലും തോമസ് ഐസക് പത്തനംതിട്ടയിലും സ്ഥാനാർത്ഥികളായി. രണ്ടുപേരും മുൻ മന്ത്രിമാർ, രണ്ടുപേരും ജനകീയ അംഗീകാരമുള്ളവർ. പിന്നെ ഒരു കേന്ദ്ര കമ്മിറ്റി സ്ഥാനാർത്ഥിയായത് കെ രാധാകൃഷ്ണനാണ്. അദ്ദേഹം മന്ത്രി തന്നെയായിരുന്നു. അദ്ദേഹം മന്ത്രിയായി തന്നെ ആലത്തൂരിൽ മത്സരിച്ചു. അദ്ദേഹം ജയിച്ചു. മറ്റു രണ്ടുപേരും തോറ്റു. ഏക PB അംഗമായി മത്സരിച്ചത് പാലക്കാട് നിന്ന് മത്സരിച്ച A വിജയരാഘവനാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന പാർട്ടി ഇന്ന് അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി, പിണറായിക്ക് ശേഷം ആര്, പാർട്ടിയെയും അതുപോലെ ഭരണം ലഭിച്ചാൽ സർക്കാരിനെയും ഇനി ആരാണ് നയിക്കുക എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് CPM ഇന്ന് അകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ട ബാധ്യതയിൽ നിന്ന് പിണറായി ഉൾപ്പെടെ ഒരു നേതാക്കൾക്കും ഒഴിവാകാനാവില്ല. അപ്പോൾ ഈ വടകരയിൽ പരാജയപ്പെട്ട ശൈലജ ടീച്ചറും പത്തനംതിട്ടയിൽ പരാജയപ്പെട്ട ഐസക്കും പാലക്കാട്ട് പരാജയപ്പെട്ട A വിജയരാഘവനും ജനപിന്തുണയില്ലാത്ത നേതാക്കളല്ല. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം നേടിയവരാണ്. അതുപോലെ കോൺഗ്രസിൻ്റെ കുത്തകയായിരുന്ന പാലക്കാട് സീറ്റ് പിടിച്ചെടുത്ത് ആദ്യമായി പാർലമെൻറ്റിലേക്ക് പോയി ഇടതുപക്ഷത്തിന് ഒരു വഴി തുറന്നുകൊടുത്ത നേതാവാണ് A വിജയരാഘവൻ. അപ്പോൾ ഈ നേതാക്കളെയൊക്കെ തെരഞ്ഞെടുപ്പിൽ നിർത്തി അവർ തോറ്റാലും ജയിച്ചാലും ആർക്കെങ്കിലും അതുകൊണ്ട് നേട്ടമുണ്ടോ? അങ്ങനെ പരിശോധിച്ചാൽ പിണറായിക്ക് ശേഷം വരാൻ നേതൃത്വ സ്ഥാനത്ത് സർക്കാരിൻ്റെ തലപ്പത്ത് മുഖ്യമന്ത്രിയുടെ പദവിയിൽ വരാൻ സാധ്യതയുള്ള നേതാക്കളാണ് ഈ പറഞ്ഞ പേരുകാരെല്ലാം. പിന്നെ ഒരു പേരുകാരനായിരുന്നു കെ രാധാകൃഷ്ണൻ. അദ്ദേഹം MP ആയി പാർലമെൻറ്റിലേക്ക് പോയതോടുകൂടി ആ ഭീഷണിയും അവസാനിക്കുകയാണ്. അപ്പോൾ തനിക്ക് തുല്യരായി ആരെയും കാണാതിരിക്കുക, തനിക്ക് ശേഷം കൊള്ളാവുന്ന ആളുകൾ പാർട്ടിയുടെ തലപ്പത്തും ഭരണതലപ്പത്തും വരട്ടെ എന്ന് സങ്കല്പിക്കുക, ഇതൊക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏതു നേതാവും ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. പക്ഷേ ഇങ്ങനെയൊന്നും ചിന്തിക്കാത്ത ഒരവസ്ഥയിലേക്ക് CPMഉം പാർട്ടി നേതൃത്വവും എത്തി നിൽക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനാകട്ടെ PB അംഗമായതോടുകൂടി അദ്ദേഹത്തിന് ഇനി ഒരു റോളും ഇല്ല എന്ന മട്ടിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ സ്നേഹിക്കുന്ന, ജനങ്ങളേറെ പ്രതീക്ഷ അർപ്പിക്കുന്ന
ഇന്നും പാവപ്പെട്ടവൻ്റെ പാർട്ടിയായ CPM, ആ CPMനുണ്ടാകുന്ന തകർച്ചയിൽ വേദനിക്കുന്ന, നെഞ്ചെടുപ്പോടെ മാത്രം ഈ പരാജയങ്ങൾ കണ്ട് വിഷമിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സഖാക്കൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി, ഭരണത്തിന് വേണ്ടി ഇത്തരം തിരിച്ചടികളായിക്കോട്ടെ, എന്നാലും തങ്ങൾ തെറ്റ് തിരുത്തില്ല എന്ന മട്ടിൽ മുന്നോട്ട് പോകുന്ന ഈ നേതാക്കളും മന്ത്രിമാരും എല്ലാം തന്നെ ഈ ജനങ്ങളോട് അല്ല സഖാക്കളോട് മറുപടി പറയേണ്ടി വരും. നിയമസഭയിൽ ഇന്നുള്ള 2 PB അംഗങ്ങൾ പിണറായി വിജയനും MV ഗോവിന്ദനുമാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ എന്തെങ്കിലും കാരണവശാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറി നിന്നാൽ ആ സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത MV ഗോവിന്ദനാണ്. KK ശൈലജ കേന്ദ്ര കമ്മിറ്റി അംഗം, കാരണം PB അംഗം ഇരിക്കുമ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് അതിന് മുകളിലേക്ക് ഉള്ള പദവിയിൽ സാധാരണഗതിയിൽ വരാനാവില്ല. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പറയാനാവില്ല. കാരണം ഇപ്പോൾ ലൈഫ് മിഷൻ കേസുണ്ട്, മാസപ്പടി കേസുണ്ട്, അങ്ങനെയുള്ള പല കേസുകളും നിലവിലുണ്ട്. ഈ ഏതെങ്കിലും ഒരു കേസിൽ പ്രതികൂലമായ ഒരു നടപടി കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ തീർച്ചയായും ഒരു മാറ്റം സംഭവിക്കേണ്ടി വരും, മാറ്റം അനിവാര്യമായി തീരും. ഇവിടെ ഞാൻ കാണുന്ന മറ്റൊരു പ്രതിഭാസം, 8 കൊല്ലം മുഖ്യമന്ത്രിയായ ശേഷം ഇപ്പോഴും മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഈ കാലയളവിൽ ഒരിക്കൽ പോലും പ്രധാനമന്ത്രി മോദിയുടെ പേരെടുത്ത് അദ്ദേഹത്തെ വിമർശിച്ചിട്ടില്ല. മോദിയുടെ പേര് പറയാൻ പോലും അദ്ദേഹത്തിന് ഭയമാണ്. അതേസമയം രാഹുൽ ഗാന്ധി കൈ ചൂണ്ടി, വിരൽ ചൂണ്ടി പാർലമെൻറ്റിനകത്തും പുറത്തും മോദിയോട് സംസാരിക്കുകയും അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും എല്ലാം ചെയ്തു. അതിൻ്റെ പേരിലാണ് രാഹുൽ ഗാന്ധിയെ വർഗശത്രുവായി BJP പ്രഖ്യാപിച്ചത്. അതേ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്നാണ് കേരളത്തിലെ നിലമ്പൂർ MLA പറഞ്ഞത്. നിലമ്പൂർ MLA അങ്ങനെ പ്രസംഗിച്ചപ്പോൾ അതിന് ടിപ്പണിയായി മുഖ്യമന്ത്രി പിണറായി പറഞ്ഞത്, രാഹുൽ കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളത് കിട്ടും എന്നാണ്. അപ്പോൾ അതിനു മുമ്പ് പിണറായി തന്നെ രാഹുലിനെ കടന്നാക്രമിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പിണറായി പറഞ്ഞത്, പഴയ പേരുകൾ ഒന്നും മറക്കണ്ട, അതൊന്നും എന്നെക്കൊണ്ട് വിളിപ്പിക്കരുത് എന്നാണ് പിണറായി മുന്നറിയിപ്പ് നൽകിയത് രാഹുൽ ഗാന്ധിക്ക്. യഥാർത്ഥത്തിൽ വർഗശത്രു ആരാണ്? വർഗശത്രു BJP ആണോ? മുഖ്യശത്രു BJP ആണോ കോൺഗ്രസ് ആണോ എന്ന കാര്യത്തിൽ ഒരുപാട് കാലമായി കാരാട്ടും യെച്ചൂരിയുമായിട്ടുള്ള തർക്കം. ആ തർക്കത്തിൽ പിണറായി അടക്കമുള്ളവർ കാരാട്ടിൻ്റെ പക്ഷത്താണ്. ഇന്നും ആ തർക്കത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ലേ? 10 കൊല്ലത്തെ മോദിയുടെ ഭരണം അനുഭവിച്ച് അറിഞ്ഞിട്ടും അത് ഫാസിസമാണ്, BJPക്കാർ ഉയർത്തിപ്പിടിക്കുന്നത് ഫാസിസമാണ്, അവർ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും എതിരായ നടപടികളാണ് സ്വീകരിക്കുന്നത് എന്ന് തിരിച്ചറിയാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണോ? ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്.